പാട്രിയോട്ട് ഫിലിം ഇന്നലെ റിലീസ് ചെയ്തു. പടം കണ്ടു. പടം കുഴപ്പമില്ല, നല്ല സോഷ്യലി റിലവൻ്റ് ആയ ഒരു പടമാണ്. ഇനി അപ്പാർട്ട് ഫ്രം ദിസ്, ഇതൊരു മൾട്ടി സ്റ്റാർ, ഒരു മഹേഷ് നാരായണൻ ഫിലിം എന്ന രീതിയിലാണ് ഇതിനെ ഭയങ്കരമായിട്ടും ആളുകൾ പ്രൊമോട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഒരു ഫാൻസ് എന്ന നിലയ്ക്കൊക്കെ ആളുകൾ മമ്മൂട്ടി, മോഹൻലാൽ, അല്ലെങ്കിൽ ഈ ഫഹദ്, കുഞ്ചാക്കോബൻ, നയൻതാര, ഇത്രയും കാസ്റ്റുകൾ ആ പടത്തിലുണ്ട്. അതിൽ ആ കാസ്റ്റിംഗ് എനിക്ക് ഒട്ടും ആപ്റ്റ് തോന്നില്ല. എന്തിന് ഇവരൊക്കെ ഈ പടത്തിൽ വന്നു എന്ന് എനിക്ക് തോന്നി. ഇതൊരു മൾട്ടി സ്റ്റാർ അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ ചിത്രമല്ല, ഇതൊരു പക്ക മമ്മൂട്ടി ഷോയാണ്. പടം മമ്മൂട്ടി പടമാണ്. മമ്മൂട്ടിക്ക് ഒരു 100 കോടി ഈ പടത്തോടെ എന്തായാലും ഹിറ്റ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇതൊരു സോഷ്യലി റിലവൻ്റ് ആയ പടമാണ്. മസ്റ്റായിട്ടും അമ്മമാരും കുട്ടികളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. അപ്പോൾ അതായത് തന്നെ ഞാൻ എൻ്റെ പോസിറ്റീവ് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മേക്കിംഗ് കിടുവായിട്ട് ഏകദേശം 125 കോടി ചിലവാക്കിയിട്ട് തോന്നും. അപ്പോൾ അതിനുള്ള മേക്കിങ്ങും നല്ല നല്ല ലൊക്കേഷൻസും പടത്തിലുണ്ട്. പല പല എയർപോർട്ടുകളിലും അങ്ങനെയൊക്കെ ഷൂട്ടിങ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യലി കണക്ട് ആവുന്ന ഒരു നല്ലൊരു സോഷ്യൽ മെസ്സേജ് തരാൻ പറ്റാവുന്ന ഒരു പടമാണ്. ഇനി അപ്പാർട്ട് ഫ്രം ദിസ്, നമ്മൾ ഈ പടത്തിന് ഒരു എക്സ്പെക്ടേഷനിൽ പോയി കഴിഞ്ഞാൽ, ഒരു മോഹൻലാൽ ഫാനൊക്കെ ആയി പോയി കഴിഞ്ഞാൽ ഈ പടം ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. പടം ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മമ്മൂട്ടി പടമാണ്. ഈ പടത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ, നയൻതാര, കുഞ്ചാക്കോബൻ, ഫഹദ് ഫാസിൽ, ഇതിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ വെച്ചിട്ട് ബാക്കി ഈ 4 ക്യാരക്ടറും പടത്തിൽ നമുക്ക് വേറെ ആരായാലും കുഴപ്പമില്ല. അതായത് ആ ഒരു ക്യാരക്ടർ കാസ്റ്റിങ്, ആ ആൾക്കാരെ നടന്മാരെ നടിമാരെ വെച്ചിട്ടുള്ളതിന് അതിൻ്റെ ആവശ്യമുണ്ടോ? നയൻതാര ഒരു 10-15 മീറ്റർ നയൻതാരയുണ്ട്. അതുമാതിരി പല റോളുകളും അത്രയും എനിക്ക് ആപ്റ്റ് തോന്നില്ല. മമ്മൂട്ടി നന്നായിട്ടുണ്ട്. പടം ഒരു എന്താ പറയുക, സ്ലോലി തുടങ്ങിയ ഒരു പടമാണ്. പിന്നെ ഈവൻ എൻ്റെ വൈഫിന് സ്റ്റാർട്ടിങ്ങിനെ കണ്ടിട്ട് ആൾക്ക് കുറെ കാര്യങ്ങൾ ആൾക്ക് എടുത്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം ആ പടത്തിലെ യൂസ് ചെയ്യുന്ന കുറെ വാക്കുകളൊക്കെ അങ്ങനെയാണ്. ഇവൻ എൻ്റെ വൈഫിന് തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സ്റ്റാർട്ടിങ് ഒന്നും മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പടം അങ്ങനെ നോക്കി കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. പിന്നെ അതേമാതിരി തന്നെ ഫാൻസുകൾക്ക് ഞാൻ പറയില്ല, കൈയടിക്കാവുന്ന ഒരു കുറെ നല്ല ഭാഗങ്ങളൊന്നും തന്നെ അതിലില്ല. അതാണ് ഞാൻ കണ്ടൊരു നെഗറ്റീവ്. നമ്മളൊരു ആളുകളെ തള്ളിക്കയറ്റി ഏകദേശം നമുക്ക് പറയാം സ്റ്റാർട്ടിങ് ഒരു 100 കോടിയോ അങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസ് മസാല പടങ്ങൾ തന്നെ ഒന്നും തന്നെ, അങ്ങനത്തെ ഒരു എലമെന്റ് തന്നെ ഒന്നും തന്നെ പടത്തിലില്ല. അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. ഔട്ട് ഓഫ് ദാറ്റ് മൂവി ഒരു സോഷ്യലി നല്ല റെലവൻ്റ് ആയ മൂവിയാണ്. നമ്മൾ മസ്റ്റായിട്ടും അമ്മമാരും അതിലെ അച്ഛന്മാരും കുട്ടികളും ഒരു 18 to അല്ലെങ്കിൽ ഒരു 10 to 20 ഏജിലൊക്കെ ആളുകൾ കണ്ടിരിക്കേണ്ട പടം തന്നെയാണ്. എന്തായാലും ഒരു വട്ടം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം.